ഇന്ന് നമ്മൾ ആദ്യം പഠിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്ന സംഭവമാണ്. യേശു വീണ്ടും സിനഗോഗിൽ പ്രവേശിച്ചു. കൈ ശോഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൽ കുറ്റം ആരോപിക്കുന്നതിനു വേണ്ടി സാബത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്നറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. കൈ ശോഷിച്ചവനോട് അവൻ പറഞ്ഞു, എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ, ഏതാണ് നിയമാനുസൃതം? അവർ നിശബ്ദരായിരുന്നു. അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. ഫരിസേയർ ഉടനെ പുറത്തിറങ്ങി യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഹെറോദേസ് പക്ഷക്കാരുമായി ആലോചന നടത്തി. നമ്മൾ ഈ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് സാബത്തിൽ കർത്താവ് വിശ്വസിക്കാൻ നൽകുന്ന രോഗശാന്തിയാണ്. അവൻ സിനഗോഗിൽ പ്രവേശിച്ചു. കൈ ശോഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. എ മാൻ വിത്ത് എ വിതേഡ് ഹാൻഡ്. എ മാൻ വിത്ത് എ വിതേഡ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ കൈ ചുരുങ്ങിപ്പോയ ഒരു മനുഷ്യൻ, കൈ ചലിപ്പിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യൻ. നമ്മൾ ഓർക്കേണ്ടത്, കൈ കൊണ്ട് ജോലി ചെയ്ത് ജീവിത മാർഗങ്ങൾ കണ്ടെത്തിയിരുന്ന ഒരു സമൂഹത്തിൽ ഒരാളുടെ കൈ ശോഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹെൽപ്ലെസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ, മുന്നോട്ട് നീങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ. അത് ആരുടെയും പ്രതിനിധിയാണ്. ജീവിക്കാൻ പ്രയാസപ്പെടുന്നൊരു മനുഷ്യൻ. അപ്പോൾ അത് മാനുഷികമായൊരർത്ഥത്തിൽ വളരെ നിസ്സഹായനായ ഒരു മനുഷ്യൻ. അദ്ദേഹം ഈ സിനഗോഗിലിരിക്കുകയാണ്. സിനഗോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ പ്രാർത്ഥനാലയമാണ്. അപ്പോൾ സാബത്ത് ദിവസം, വിശുദ്ധ ദിവസം, കർത്താവിൻ്റെ ദിവസം പ്രാർത്ഥിക്കാൻ വന്നൊരു മനുഷ്യൻ ഇരിക്കുന്നത് എവിടാ? ഇരിക്കുന്നത് ദേവാലയം പോലെ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്ന, വചനം വായിക്കാനും പ്രബോധനം കേൾക്കാനും ഒക്കെ പറ്റുന്ന ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിലിരിക്കുകയാണ്. പക്ഷേ ആളുടെ കൈ ശോഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അനേകം പേരുടെ അവസ്ഥ ഇതാണ്. നമ്മൾ ചിലപ്പോൾ നിൽക്കുന്നത് ഒരു ആത്മീയ അന്തരീക്ഷത്തിലായിരിക്കും, പക്ഷേ നമ്മൾ കൈ ശോഷിച്ച അവസ്ഥയിലായിരിക്കും, നിസ്സഹായരായിരിക്കും, ജീവിതം മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. അതതിൻ്റെ മാനുഷികമായൊരർത്ഥമാണ്, മാനുഷികമായ അർത്ഥം. എന്നാൽ ഇതിന് നമ്മൾ കുറച്ചുകൂടെ ആഴത്തിലേക്ക് പോകുമ്പോൾ മറ്റു ചില അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഈ കൈ ശോഷിച്ചതിൻ്റെ ആഴമായ അർത്ഥം എന്താണ്? അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്. ഇതിന് പഴയ നിയമത്തിലേക്ക് പോയാലേ മനസ്സിലാവൂ. ഈ കൈ ശോഷിച്ച, മാൻ വിത്ത് എ വിതേഡ് ഹാൻഡ്, 2 പഴയ നിയമ ഭാഗങ്ങൾ നമുക്ക് വായിക്കണം. ഒന്നാമത്തേത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 12-13 അധ്യായങ്ങൾ വിവരിക്കുന്നത് ഇസ്രായേലിൻ്റെ വിഭജന കാലത്തെക്കുറിച്ചാണ്. പശ്ചാത്തലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇസ്രായേൽ 2 രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. സോളമൻ്റെ മകനായ റഹോബോവാമിൻ്റെ കാലത്ത് അധിക നികുതി ഈടാക്കി ജനത്തെ ഭാരപ്പെടുത്തിയപ്പോൾ സഹിക്കാൻ പറ്റാതെ വന്ന ജനം റഹോബോവാമിനോട് ചോദിച്ചു, നികുതി ഇളവ് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ റഹോബോവാം പറഞ്ഞു, അത് തരാൻ പറ്റില്ല. നിങ്ങളെ കുറച്ചുകൂടെ, അപ്പൻ ചുമത്തിയതിനേക്കാൾ കൂടുതൽ അധിക നികുതി ഞാൻ ചുമത്തി നിങ്ങളെ ഞെരുക്കാൻ പോവാണ്. അപ്പോൾ ഈ സമയത്ത് സോളമൻ്റെ കാലത്ത് തന്നെ വളരെ അസ്വസ്ഥനായി നാട് വിട്ടുപോയൊരു മനുഷ്യനുണ്ടായിരുന്നു. അയാളാണ് ജെറോബോവാം. അയാൾ ഈ സമയത്ത്, ഈ മനുഷ്യരെല്ലാം അസ്വസ്ഥരായിരിക്കുന്ന സമയത്ത് മടങ്ങിയെത്തിയിട്ട് അവരുടെ നേതാവായി. അങ്ങനെ 10 ഗോത്രങ്ങൾ, യൂദായും ബെഞ്ചമിനും ഒഴിച്ചുള്ള ബാക്കി 10 ഗോത്രങ്ങൾ ജെറോബോവാമിൻ്റെ കൊടിക്കീഴിൽ അണിനിരന്ന് ഈ റഹോബോവാം അധിക നികുതി ചുമത്തിയ സമയത്ത് അവർ മറ്റൊരു രാജ്യമായിട്ട് വേർപിരിയുകയാണ്. അങ്ങനെ ഇസ്രായേൽ എന്ന ആ രാജ്യം, നോർത്തേൺ കിങ്ഡം, 10 ഗോത്രങ്ങൾ ചേർന്ന ഇസ്രായേൽ. ആരാണ് രാജാവ്? ജെറോബോവാം. എന്നാൽ യൂദയ, ബെഞ്ചമിൻ ഗോത്രങ്ങൾ റഹോബോവാമിൻ്റെ കീഴിൽ. അപ്പോൾ ആരാധനാലയം എവിടെയാണ്? ഇസ്രായേലിലാണോ യൂദയായിലാണോ? യൂദയായിലാണ്. ജെറുസലേം ദേവാലയം സ്ഥിതി ചെയ്യുന്നത് യൂദയായിലാണ്, റഹോബോവാമിൻ്റെ രാജ്യത്താണ്. അപ്പോൾ ഉത്സവങ്ങൾക്ക് മിനിമം ഒരു വർഷം 3 ഉത്സവത്തിന് ഒരു യഹൂദ പുരുഷൻ ജെറുസലേമിലെത്തണം. അപ്പോൾ ജെറോബോവാം ചിന്തിച്ചു, വർഷത്തിൽ 3 പ്രാവശ്യം ഇവർ ജെറുസലേമിൽ പോവും.
10 ഗോത്രങ്ങളിൽപ്പെട്ടവർ ആരാധനയ്ക്ക് വേണ്ടി വർഷത്തിൽ 3 പ്രാവശ്യം ജെറുസലേമിൽ പോകുമ്പോൾ അവരെന്ത് ചെയ്യും? രാജാവായ റഹോബോവാമിൻ്റെ നേർക്ക് അവരുടെ ഹൃദയം തിരിയും. അപ്പോൾ ഇയാൾ ആലോചിച്ച് നോക്കിയപ്പോൾ എന്തൊരു വഴി. അങ്ങനെ അയാളുടെ ആ കുബുദ്ധിയിൽ അയാൾ കണ്ടുപിടിച്ച ഒരു ഉപായമാണ് 2 കാളക്കുട്ടികളെ സ്വർണം കൊണ്ട് പൊതിഞ്ഞ് നിർമ്മിച്ച് ഒന്നിനെ ദാനിലും ഒന്നിനെ ബഥേലിലും പ്രതിഷ്ഠിച്ചു. എന്നിട്ട് പറഞ്ഞു, ജെറുസലേമിലെ ദൈവത്തെ ആരാധിക്കാൻ പോകണ്ട, ഇതാ ഇസ്രായേലെ നിന്നെ സൃഷ്ടിച്ച ദേവന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് കാളക്കുട്ടികളെ നിർമ്മിച്ച് ഒന്നിനെ ദാനിലും ഒന്നിനെ ബഥേലിലും പ്രതിഷ്ഠിച്ച് ജനത്തെ ആരാധന നടത്താൻ അവിടെ നിർബന്ധിച്ചു. ഉദ്ദേശം എന്താണ്? ജെറുസലേമിലേക്ക് പോകാൻ പാടില്ല ഈ ജനം. പോയാൽ അവർ മനസ്സ് തിരിഞ്ഞ് റഹോബോവാമിലേക്ക് മടങ്ങിപ്പോവും. അപ്പോൾ ഇത് ദൈവത്തിന്, ഈ ജെറോബോവാമിൻ്റെ കുടുംബം മുഴുവൻ നാമാവശേഷവും നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ആ ബലിപീഠത്തിൽ ബലികൾ അർപ്പിച്ച് ഉത്സവങ്ങൾ നടത്തി ലേവി ഗോത്രത്തിൽ പെടാത്തവരെ പുരോഹിതന്മാരാക്കി അങ്ങനെ ഒരു പാരലൽ വർഷിപ്പിംഗ് സിസ്റ്റം ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്തെന്നറിയാമോ? ധൂപാർപ്പണത്തിന് ജെറോബോവാം ബലിപീഠത്തിനരികെ നിൽക്കുമ്പോൾ ഒരു പ്രവാചകൻ വന്നെത്തി. പ്രവാചകൻ വന്നിട്ട് ജെറോബോവാമിനോട് പറയുകയാണ്, കർത്താവിൻ്റെ ബലിപീഠത്തെ നോക്കിയും വിളിച്ചു പറഞ്ഞു, അല്ലയോ ബലിപീഠമേ, വരാൻ പോകുന്ന കാര്യം പ്രവചിക്കാൻ പോവാണ്. അല്ലയോ ബലിപീഠമേ, ദാവീദിന്റെ ഭവനത്തിൽ ജോസിയ എന്ന ഒരു പുത്രൻ ജനിക്കും. നിന്റെ മേൽ ധൂപാർപ്പണം നടത്തുന്ന പൂജാഗിരിയിലെ പുരോഹിതന്മാരെ അവൻ നിന്റെ മേൽ വെച്ച് ബലിയർപ്പിക്കും. മനുഷ്യാസ്തികൾ നിന്റെ മേൽ ഹോമിക്കും. കർത്താവാണ് ഇത് സംസാരിച്ചത് എന്നതിൻ്റെ അടയാളം ഇതാണ്. ഇതാ ഈ ബലിപീഠം പിളർന്ന് അതിന്മേലുള്ള ചാരം ഊർന്നു വീഴും. ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നതെല്ലാം പിളരും. അത് സംവിധാനമാവട്ടെ, പ്രത്യയശാസ്ത്രമാവട്ടെ, ചിന്താഗതികളാവട്ടെ, ഭവനങ്ങളാവട്ടെ, അധികാരങ്ങളാവട്ടെ, ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാം പിളരും. അത് പ്രവാചകൻ പറയുകയാണ്. നീ നോക്കി നിൽക്കി അത് പിളർന്നു വീഴും. അപ്പം ഈ പ്രവാചകൻ ഇത് പറയുന്ന സമയത്ത് ജെറോബോവാം കലിപൂണ്ട് പ്രവാചകനെ പിടിക്കാൻ കൈ നീട്ടിയപ്പോൾ അവനെ പിടിക്കാൻ ഇങ്ങനെ പറയാണ്, കൈ നീട്ടിയിട്ട് അവനെ പിടിക്കാൻ പറയാണ്. അപ്പോൾ അവൻ്റെ കരം മരവിച്ച് മടക്കാൻ കഴിയാതായി. അപ്പോൾ ഇവന് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ അവൻ കിടന്ന് കരഞ്ഞു, കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കരം പഴയപടിയായി. ഇത് ചരിത്രത്തിൽ നടന്നൊരു കാര്യമാണ്. ഇത് ശ്രദ്ധിച്ച് കേട്ടോണം. അപ്പോൾ ഇസ്രായേൽക്കാർ ഈ സംഭവം ഓർക്കുമ്പോൾ ഈ കൈ ചുരുങ്ങിയത്, ഫ്രീസ് ചെയ്തത്, കൈ നിശ്ചലമായത്, കൈക്ക് ചലനശേഷി ഇല്ലാതായത്, ഈ കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാതായത് എന്നൊക്കെ കേൾക്കുമ്പോൾ ഇസ്രായേൽക്കാരുടെ മനസ്സിൽ ജെറോബോവാമിനെ ഓർമ്മ വരും. കേട്ടോണേ, ജെറോബോവാമിനെ ഓർമ്മ വരും. അപ്പോൾ അവരോർക്കും എന്തുകൊണ്ടാണ് അവൻ്റെ കൈ നിശ്ചലമായത്. ഈ കൈ അനങ്ങാതായത് എന്തുകൊണ്ടാണ്? കൈ അനങ്ങാതായത് ജെറുസലേമിനെ മറന്നതുകൊണ്ടാണ്. ആരാധന ഇല്ലാതാവുമ്പോഴാണ്, ദൈവത്തെ മാനിക്കാതാവുമ്പോഴാണ്. അങ്ങനെ മറന്നപ്പോഴാണ് സക്കറിയായുടെ നാവ് കെട്ടപ്പെട്ടത്, ഒന്നും മിണ്ടാൻ പറ്റാതായത്, കൈ നിശ്ചലമായത്. അപ്പോൾ യഹൂദൻ്റെ ചിന്താബോധത്തിനകത്ത് അവൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഓർമ്മയുണ്ട്, ജെറുസലേമിനെ മറന്നാൽ നിൻ്റെ കൈ ചലിപ്പിക്കാൻ പറ്റാതാവും. ഇത് നമ്മൾ വായിക്കുന്നുണ്ട് സങ്കീർത്തനത്തിൽ. 137-ാം സങ്കീർത്തനത്തിൽ ബാബിലോൺ നദിയുടെ തീരത്ത് അലരി വൃക്ഷങ്ങളിൽ കിന്നരങ്ങൾ തൂക്കിയിട്ട് കരഞ്ഞ ഒരു ജനതയെക്കുറിച്ച് സങ്കീർത്തകൻ പാടുന്നുണ്ട്. 137-ാം സങ്കീർത്തനത്തിൽ മനോഹരമായൊരു സങ്കീർത്തനമാണത്. അടിമത്തത്തിൻ്റെ കണ്ണുനീര് ഉറഞ്ഞു കിടന്നൊരു മണ്ണിൽ തോരാത്ത കണ്ണുനീരും തീരാത്ത നിലവിളികളും ഉയർന്ന അടിമത്തത്തിൻ്റെ നുകം ചുമലിന് മീതെ വെക്കപ്പെട്ടൊരു ജനം നിസ്സഹായതയോടെ കരഞ്ഞുകൊണ്ട് പാടിയ, പ്രവാസത്തിലിരുന്ന് പാടിയ കണ്ണുനീരിൻ്റെ ഗീതകങ്ങളാണത്. 137-ാം സങ്കീർത്തനം. ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. അപ്പം ജനം പറയുകയാണ്, ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു.
അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരങ്ങൾ തൂക്കിയിട്ടു. ഞങ്ങളെ തടവിലാക്കിയവർ അവിടെ വെച്ച് പാട്ടുപാടാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ മർദ്ദകർ സിയോനെക്കുറിച്ചുള്ള ഗീതങ്ങൾ ആലപിച്ച് തങ്ങളെ രസിപ്പിക്കാൻ ഞങ്ങളോട് പറഞ്ഞു. വിദേശത്ത് വെച്ച് ഞങ്ങൾ എങ്ങനെ കർത്താവിൻ്റെ ഗാനം ആലപിക്കും? അടുത്ത വാക്യം ശ്രദ്ധിച്ചോ. ജെറുസലേമേ, ഞാൻ നിന്നെ മറക്കുന്നെങ്കിൽ എൻ്റെ വലത്ത് കൈ എന്നെ മറക്കട്ടെ. ഇത് ഈ പഴയ ചിന്തയല്ല. ജെറുസലേമിനെ മറന്നവൻ്റെ കൈ നിശ്ചലായിപ്പോയി. ആ ഓൾഡ് ടെസ്റ്റമെൻ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് സങ്കീർത്തകൻ പാടുന്നത്. ജെറോബോവാം മറന്നതുപോലെ ജെറുസലേമേ, ഞാൻ നിന്നെ മറക്കുന്നെങ്കിൽ എൻ്റെ കൈ നിശ്ചലാവട്ടെ, എൻ്റെ വലത്ത് കൈ എന്നെ മറന്നു പോകട്ടെ. ജെറുസലേമിനെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തെക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ എന്നൊക്കെ ഇരുന്ന് പാടിയ പ്രവാസത്തിൻ്റെ കണ്ണുനീരണിഞ്ഞ, പ്രവാസത്തിൻ്റെ നിലവിളികൾ ഉറഞ്ഞുകൂടിയ, ആ തപ്ത നിശ്വാസങ്ങൾ ഉറഞ്ഞുകൂടിയ സങ്കടങ്ങളുടെ അന്തരീക്ഷത്തിലിരുന്ന് വിലാപത്തിൻ്റെ ഗീതം പാടിയൊരു ജനത അവരുടെ അബോധങ്ങളുടെ അടരുകൾക്കടിയിൽ എവിടെയോ ഇങ്ങനെ ഒരു ഓർമ്മ വച്ചിരുന്നു. ജെറോബോവാം പണ്ട് ജെറുസലേമിനെ മറന്നപ്പോൾ അവൻ്റെ കൈ നിശ്ചലമായി. അതുകൊണ്ട് ജെറുസലേമിനെ മറക്കുന്നവരുടെ കരങ്ങൾ നിശ്ചലമാവട്ടെ. ഇത് ഇവരുടെ അകത്തുണ്ടായിരുന്ന ചിന്തയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഈശോ മിശിഹ ഈ സിനഗോഗിലെത്തി ഈ കൈ ശോഷിച്ചവനെ അടുത്തേക്ക് വിളിക്കുമ്പോൾ, ഇനി വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കേൾക്ക്. ഈശോ മിശിഹ അടുത്തേക്ക് വിളിക്കുമ്പോൾ ഇതെവിടാ? ഇത് ഗലീലയിലാണ്. ഈ ഗലീലി എന്ന് പറഞ്ഞാൽ ഈ ജെറോബോവാമിൻ്റെ നോർത്തേൺ കിങ്ഡത്തിലെ വിഭജിച്ചു പോയ ആ രാജ്യത്തിലെ ഒരു സ്ഥലമാണിത്. സെബുലൂൺ, നഫ്താലി പ്രദേശങ്ങൾ, വിജാതീയരുടെ ഗലീലി. അന്ധകാരത്തിലിരുന്നൊരു ജനം വലിയ പ്രകാശം കണ്ടു എന്നൊക്കെ മത്തായി പറയുന്നില്ലേ? ഈ സ്ഥലമാണത്. ഈ ലൊക്കേഷനിൽ ഇരുന്നുകൊണ്ടാണ് കർത്താവ് ഈ കൈ ശോഷിച്ചവനെ വിളിക്കുകയാണ്. എന്താണ് ഈ കൈ ശോഷിച്ചവനെ? ഇപ്പോൾ അവരെവിടെയാണ്? ഈ ജെറോബോവാമും അവൻ്റെ സന്തതി പരമ്പരകളും ഇപ്പോൾ എവിടെയാണ്? എവിടെയാണ് ഇപ്പോൾ അവരില്ല. ഈശോ മിശിഹ ഈ കൈ ശോഷിച്ചവനെ സുഖപ്പെടുത്തുന്ന സമയത്ത് ജെറോബോവാമിൻ്റെ അനന്തര തലമുറകൾ ഇസ്രായേലിൻ്റെ, യഹൂദൻ്റെ ചരിത്രത്തിലില്ല. അവരെവിടെ പോയി? അവരെ അസീറിയക്കാർ വന്ന് അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. അവരെക്കുറിച്ച് പിന്നീട് ചരിത്രത്തിൽ രേഖകളില്ലാതെയായി. അവരെവിടെ പോയെന്ന് അറിയാൻ പാടില്ല. നാമാവശേഷമായി. ആ 10 ഗോത്രങ്ങൾ നാമാവശേഷമായി. ഇപ്പം 2 ഗോത്രങ്ങളേ ഉള്ളൂ. യൂദാ ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ടവരാണ് അന്ന് കർത്താവ് ഈശോ മിശിഹ ജീവിച്ച കാലത്തെ ഇസ്രായേലിൻ്റെ അംഗങ്ങളായിട്ട് ജീവിക്കുന്നത് അവരാണ്. അപ്പോൾ ആ 2 ഗോത്രങ്ങളേ ഉള്ളൂ. അപ്പോൾ അവരെക്കുറിച്ച് പറയുന്നത് ലോസ്റ്റ് ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ എന്നാണ്. ഇസ്രായേലിൻ്റെ നഷ്ടപ്പെട്ടു പോയ ഗോത്രങ്ങൾ. ആരൊക്കെ? ഈ ജെറോബോവാമിൻ്റെ പരമ്പരകൾ ഇല്ലാതായി. അങ്ങനെ അവരില്ലാതായിപ്പോയപ്പോൾ അവരുടെ നാട്ടിൽ നിന്ന്, അവരുടെ നാട്ടിലെ ഒരു സിനഗോഗിൽ ചെന്ന് കർത്താവ് ഈശോ മിശിഹ ഒരു കൈ ശോഷിച്ചവനെ വിളിക്കുകയാണ്. കൈ ശോഷിച്ചവനെ, വാ, നടുക്കോട്ട് വാ. ഇനി നിങ്ങളൊരു കാര്യം വളരെ സൂക്ഷിച്ച് വായിച്ചെടുക്കണം. ഇത് കഴിഞ്ഞാൽ പിന്നെ എന്നെ നടക്കാൻ പോണേന്നറിയാവോ? ഇത് കഴിഞ്ഞാൽ കടൽത്തീരത്തേക്ക് പോയി കുറച്ച് പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഈശോ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്നത് അപ്പസ്തോലന്മാരെ വിളിക്കുകയാണ്. 12. എന്താ ഈ 12? ഈ നഷ്ടപ്പെട്ടു പോയ 10ഉം ഇപ്പം നിലവിലുള്ള 2ഉം ചേർന്ന് ഇസ്രായേൽ, ആ പഴയ ഇസ്രായേൽ നിൽക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ ആ പഴയ ഇസ്രായേലിനെ പുനരുദ്ധരിച്ച് വീണ്ടും 12 ഗോത്രങ്ങളാക്കി മാറ്റി രക്ഷ ഇതാ കൊണ്ടുതരാനായിട്ട് വരികയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാനിത് പറയുന്നത് ഇങ്ങനെയൊക്കെ എന്തിനാണ് പറയുന്നത്? ഇതൊക്കെ പറയുന്നതിൻ്റെ കാരണം നമ്മൾ കാണാത്ത അടരുകൾ ഇതിനടിയിലുണ്ട്. അപ്പം കർത്താവ് പറയുകയാണ്, ഞാനിതാ ഈ ജെറോബോവാമിനെയും അവൻ്റെ സന്തതി പരമ്പരകളെയും, അവരെവിടെയാണെന്നറിയാൻ പാടില്ല, അവരുടെ പ്രതിനിധിയായിട്ട് ഒരു മനുഷ്യൻ, ഈ കൈ ശോഷിച്ച ഒരു മനുഷ്യൻ ഇതാ ഇവിടെ ഇരിക്കുന്നു. അവനെ വിളിക്കുകയാണ്. അവനെ വിളിച്ച് ആരോഗ്യത്തിലേക്ക് അവനെ തിരിച്ച് നടത്തുകയാണ് എന്ന് പറഞ്ഞ കർത്താവ് പറയുകയാണ്, അങ്ങനെ നഷ്ടപ്പെട്ടു പോയവരെ, ചരിത്രത്തിൽ ചെയ്തു പോയ അപരാധങ്ങൾ, ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങൾ, ജീവിതത്തിൽ വന്നുപോയ അവിവേകങ്ങൾ, ജീവിതത്തിൽ വന്നുപോയ ആലോചനയില്ലാത്ത പ്രവൃത്തികൾ, അതിൻ്റെ എല്ലാം പേരിൽ അതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വന്ന സകല ജനതകളെയും ഞാൻ ഇതാ നടുവിലേക്ക് വിളിക്കുകയാണ്. ഇവിടെയാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്. തലമുറകളുടെ ശാപം ഉണ്ട്. പക്ഷെ ഈശോ എന്തിനാ വന്നേ?
തലമുറകളുടെ ശാപത്തെ നീക്കാനാണ് കർത്താവ് വന്നത്. കർത്താവ് അഡ്രസ്സ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരാളെ, ഇപ്പം നിന്നെ കർത്താവ് അഡ്രസ്സ് ചെയ്യുമ്പോൾ നിന്നെ മാത്രമല്ല കർത്താവ് അഡ്രസ്സ് ചെയ്യുന്നത്, അത് പുറകോട്ടും പോവും. അത് നിൻ്റെ അപ്പനെയും അമ്മയും തൊടും, നിൻ്റെ പൂർവികരെ തൊടും, നിൻ്റെ കുടുംബത്തിൽ നശിച്ചു പോയവരെ നീ രക്ഷ ഏറ്റുവാങ്ങി നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയെന്ന് ചിന്തിക്കുന്നവരിലേക്ക് ആ രക്ഷ കടന്നു ചെല്ലും. അവിടെ മാത്രമാണോ? പുറകോട്ട് മാത്രമല്ല, ഇനി മുന്നോട്ട് വരാൻ പോകുന്ന തലമുറയെ ആ രക്ഷ തേടി ചെല്ലും. നമുക്കതിൻ്റെ കുറച്ചുകൂടെ ലളിതമായ അർത്ഥങ്ങളിലേക്ക് വരാം. ഈശോ വീണ്ടും സിനഗോഗിൽ പ്രവേശിച്ചു. കൈ ശോഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൽ കുറ്റമാരോപിക്കുന്നതിന് വേണ്ടി സാബത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്നറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. കൈ ശോഷിച്ചവനോട് അവൻ പറഞ്ഞു, എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ. അപ്പോൾ ഈ ഫരിസേയർ പുറകെ നടക്കുകയാണ്. എന്തിനാണ്? കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി. കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം നടക്കുകയാണ്. അപ്പോൾ ഈശോയ്ക്കറിയാം ഇവരെന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഒരു 12 ക്യാമറ ഈശോയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും കാണും. അപ്പം കർത്താവ് ഇങ്ങനെ ചിന്തിക്കാം, ഞാൻ ഇവന് ഈ സാപത്തിൽ സൗഖ്യം കൊടുത്താൽ ഇവരെന്നെ അധിക നാൾ വച്ചേക്കില്ല. ഈ ഭാഗം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വായിക്കുന്നത് അവനെ എങ്ങനെ കൊല്ലണമെന്ന് അവർ ആലോചിച്ചു എന്നാണ്. അപ്പം കർത്താവിനറിയാം, ഞാൻ ഈ രക്ഷിക്കാൻ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഞാൻ എൻ്റെ മരണത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ എന്നാ ചെയ്യും? ഒരുത്തനെ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ വീട്ടിലേക്ക് പോയാൽ അവിടെ വെച്ച് നിനക്ക് തല്ല് കിട്ടും. നമ്മളാണ് എന്നാ പറയും? ഇപ്പം തൽക്കാലം പോകണ്ടെന്നേ പറയാം. നമ്മളും കർത്താവും തമ്മിലുള്ള വ്യത്യാസം അവിടാണ്. എന്താ വ്യത്യാസം? കർത്താവ് ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നറിയാമായിരുന്നിട്ടും അവനെ വിളിച്ചു. അതായത് ജീസസ് ഈസ് ആക്ച്വലി റിസ്കിങ് ഹിസ് സേഫ്റ്റി, ഹിസ് കംഫർട്ട്. അപ്പോൾ നമ്മൾ ശരിക്കും കർത്താവിൻ്റെ ശിഷ്യന്മാരാവുന്ന എപ്പോഴാണെന്നറിയാമോ? നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ മാനാഭിമാനങ്ങൾ ക്ഷതപ്പെടും, അപമാനങ്ങൾ കേൾക്കേണ്ടി വരും, അപവാദങ്ങൾ കേൾക്കേണ്ടി വരും, കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ കുറ്റപ്പെടുത്തൽ കേൾക്കുമല്ലോ എന്നോർത്ത് അത് ചെയ്യാതിരിക്കരുത്. പക്ഷെ നമ്മൾ കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മരണത്തോട് അടുത്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടേയിരിക്കും. നാളെ എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തതയില്ലാതെ വരും. ഒരു യാത്രയ്ക്ക് നിങ്ങൾ പുറപ്പെടുമ്പോൾ തിരിച്ചു വരുമോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നും. പിന്നെ അടുത്തൊരു കാര്യം ഇതിനകത്ത് നമുക്ക് വായിക്കാൻ പറ്റുന്നത്, കർത്താവ് അവരോട് ചോദ്യം ചോദിക്കുകയാണ്. അതായത് സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം? ഇതിനൊരു പഴയ നിയമ പശ്ചാത്തലമുണ്ട്. സാപത്തിൽ ജീവൻ രക്ഷിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ, ജീവൻ അപകടം ഉണ്ടാകുമെങ്കിൽ സാപത്തിൽ നമ്മുടെ ജീവൻ ഡിഫെൻഡ് ചെയ്യാൻ നമുക്ക് ജീവന് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ സാപത്തിൽ നിങ്ങളൊരു 2 കിലോമീറ്റർ കൂടുതൽ ഓടരുതെന്ന് നിയമമുണ്ടെന്ന് വെച്ചോ. പക്ഷെ ഒരുത്തെ കൊല്ലാൻ വരികയാണ്, 3 കിലോമീറ്റർ ഓടിയാലും കുഴപ്പമില്ല. കാരണം എന്താണ്? ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വകുപ്പുണ്ട്. അതിന് ഒരു പഴയ നിയമ പശ്ചാത്തലമുണ്ട്. അത് മക്കബായരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായം 49-ാമത്തെ വാക്യത്തിൽ. പശ്ചാത്തലം ഇതാണ്, പെട്ടെന്ന് ഞാൻ പറയാം. അതായത് ശത്രുക്കൾ വന്ന് ഇവരോട് യുദ്ധം ചെയ്യുകയാണ്. യുദ്ധം ചെയ്തപ്പോൾ സാപത്തായതുകൊണ്ട് ഇവർ യുദ്ധം ചെയ്യാതിരുന്നു. അങ്ങനെ അനേകം സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടു, രോഗികൾ കൊല്ലപ്പെട്ടു. അപ്പം നേതാക്കന്മാരെല്ലാം കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു, നമ്മളിങ്ങനെ സാപത്തായതുകൊണ്ട് യുദ്ധം ചെയ്യാതിരുന്നാൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെടും, നമ്മുടെ കുട്ടികളും നമ്മുടെ സ്ത്രീകളും എല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് അവർ ആലോചിച്ച് ഒരു തീരുമാനം എടുത്തു. 1 മക്കബായർ 2-ാം അധ്യായം 39 മുതൽ. ഇതറിഞ്ഞ് മത്താത്തിയാസും സ്നേഹിതരും അവരെ ഓർത്ത് തീവ്രമായി വിലപിച്ചു. അവർ പരസ്പരം പറഞ്ഞു, നമ്മുടെ സഹോദരരെ അനുകരിച്ച് ജീവനും പ്രമാണങ്ങൾക്കും വേണ്ടി നമ്മളും വിജാതീയർക്കെതിരെ യുദ്ധം ചെയ്യാതിരുന്നാൽ അവർ വേഗം നമ്മെ ഭൂമുഖത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യും. അന്ന് അവർ ഇങ്ങനെ തീരുമാനിച്ചു, സാബത്ത് ദിവസം നമ്മെ ആക്രമിക്കാൻ വരുന്നവരോട് നാം യുദ്ധം ചെയ്യണം. നമ്മുടെ സഹോദരർ ഒളിസങ്കേതങ്ങളിൽ മരിച്ചു വീണതുപോലെ നമുക്ക് സംഭവിക്കാൻ ഇടയാകരുത്. മനസ്സിലായല്ലോ? അതായത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാബത്തിൽ യുദ്ധം ചെയ്യാം. അങ്ങനെ ഒരു നിയമം യഹൂദർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ ആ പശ്ചാത്തലം മനസ്സിൽ ഓർത്തുകൊണ്ടാണ് കർത്താവ് ഈശോ മിശിഹ ചോദിക്കുന്നത്, സാബത്തിൽ ജീവൻ രക്ഷിക്കാൻ അനുവാദമുണ്ടോ? ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ കത്തോലിക്കർ ഉപയോഗിക്കുന്ന ബൈബിളിൽ
ഈ മക്കവായരുടെ പുസ്തകമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചില സഹോദരങ്ങൾ ചിലപ്പോൾ ചോദിക്കും, അത് അപ്പോക്രിഫ ഗ്രന്ഥങ്ങളാണ്, ഉത്തരകാനോനിക ഗ്രന്ഥങ്ങളാണ്, അത് നിങ്ങൾ എന്തിനാണ് ദൈവനിവേശിതം എന്ന് കരുതുന്നത്? അതിൻ്റെ ഉത്തരമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൻ്റെ ഉത്തരം ഇതാണ്: കർത്താവ് ഈശോ മിശിഹ ഈ പുസ്തകങ്ങളിൽ നിന്ന് ഇഷ്ടം പോലെ കോട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് കാരണം. കത്തോലിക്ക തിരുസഭ ഇതിനെ ദൈവനിവേശിതം എന്ന് കരുതാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഈ അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിൽ നിന്ന്, അതായത് കത്തോലിക്ക സഭയ്ക്ക് 73 ഗ്രന്ഥങ്ങളുണ്ട് കത്തോലിക്ക സഭ ഉപയോഗിക്കുന്ന ബൈബിളിൽ. മറ്റ് ചില സഭകൾക്ക് 66 ഉള്ളൂ. അപ്പോൾ ചില പുസ്തകങ്ങളില്ല, 7 പുസ്തകങ്ങളില്ല. ആ 7 പുസ്തകങ്ങൾ എന്തിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതാണ്. ഒരു കൊട്ടേഷൻ മാത്രമല്ല, ഒത്തിരി കൊട്ടേഷൻസ് കർത്താവ് ഈശോ മിശിഹ ഈ പുസ്തകങ്ങളിൽ നിന്ന് കോട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അതിൽ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ജീവൻ രക്ഷിക്കാൻ സാപത്തിൽ അനുവാദം ഉണ്ടോ? അതിൻ്റെ പശ്ചാത്തലം എവിടെ കിടക്കുന്നത്? മക്കവായരുടെ പുസ്തകത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം? അവർ നിശബ്ദരായിരുന്നു. എന്തുകൊണ്ടാണ് നിശബ്ദരായിരുന്നേ? സാപത്തിൽ ജീവൻ രക്ഷിക്കാൻ അനുവാദമുണ്ട്, അതുകൊണ്ടാണ് അവർ മിണ്ടാതിരുന്നത്. എന്നിട്ട് അവരുടെ ഹൃദയം, അപ്പോൾ അവർ മിണ്ടിയില്ല. എന്നാൽ അവർ സത്യം പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? അവർ ഉത്തരം പറയല്ലേ ചെയ്യണ്ടേ? സാപത്തിൽ കർത്താവെ, സാപത്തിൽ അല്ലേ ഈശോയെ, സാപത്തിൽ ജീവൻ രക്ഷിക്കാൻ അനുവാദമുണ്ട് എന്നല്ലേ അവർ പറയേണ്ടിയിരുന്നേ? അവർ പറയാതെ മിണ്ടാതിരുന്നു. എന്താ? മിണ്ടാതിരുന്ന കള്ളന്മാരായോണ്ടല്ലേ മിണ്ടാതിരുന്നേ? അല്ലേ? അതെ, മിണ്ടാതിരുന്നത് അവർക്ക് അറിയാം സാപത്തിൽ ജീവൻ രക്ഷിക്കാൻ അനുവാദമുണ്ട്. പറഞ്ഞാൽ കുറ്റം സമ്മതിക്കേണ്ടി വരത്തില്ലേ? അതുകൊണ്ടാണ് മിണ്ടാതിരുന്നത്. അപ്പോൾ അടുത്ത വാക്യം ശ്രദ്ധിക്കണം. അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ചു, കോപിച്ചു. 2 കാര്യം പറയുന്നത്. അതായത് കർത്താവ് ദുഃഖിക്കുകയും ചെയ്യും, കോപിക്കുകയും ചെയ്യും. ഏത് വിഷയത്തിൽ? ഹൃദയ കാഠിന്യത്തിൽ. ഇത് സൂക്ഷിച്ച് കേൾക്കണം. കർത്താവ് ദുഃഖിക്കുകയും ചെയ്യും. ഇപ്പോൾ കർത്താവ് നിന്നെ ഓർത്ത് ദുഃഖിക്കും, നിന്നോട് കോപിക്കും. എന്ത് വിഷയത്തിൽ? ഹൃദയ കാഠിന്യം ഉണ്ടായാൽ. അപ്പോൾ എന്താ ഹൃദയ കാഠിന്യം? എന്താണ് ഹൃദയ കാഠിന്യം? പറയാവോ? ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ പറയണം. എന്താ ഹൃദയ കാഠിന്യം? ഈ ബൈബിൾ ഉദ്ദേശിക്കുന്ന ഹൃദയ കാഠിന്യം എന്താ? ഒരു കഠിന ഹൃദയനാണ്, ആർക്കും ഒന്നും കൊടുക്കത്തില്ല, അതാണോ? ആ ഹൃദയ കാഠിന്യം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം എടുത്തേ. മർക്കോസിൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 14 മുതൽ വായിക്കാമോ? പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും. അവിടെ എൻ്റെ ഉത്തരവുണ്ട്. എന്താണ് ഹൃദയകാഠിന്യം? വിശ്വാസരാഹിത്യമാണ് ഹൃദയകാഠിന്യം. വിശ്വാസരാഹിത്യമാണ് ഹൃദയകാഠിന്യം എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലാത്ത ഹൃദയം, കഠിനമായ ഹൃദയം. ബൈബിളിൻ്റെ ഭാഷ. ഒരു വാക്യം കൂടെ പെട്ടെന്ന് വായിക്കാം, സമയം പോകുന്നു. ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 3-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യം. ഹെബ്രായർ 3:12 പെട്ടെന്ന് വായിച്ചോ. എൻ്റെ സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിൽ ആരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം. കണ്ടോ? ബൈബിൾ എപ്പോഴും ഹൃദയത്തിൻ്റെ പ്രശ്നം വിശ്വാസമില്ലാത്തതാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളല്ലാതെ പറയുന്ന അത് തന്നില്ല, കൊടുത്തില്ല, ചിരിച്ചില്ല, മിണ്ടിയില്ല, അതല്ല. അതൊക്കെ അതിൻ്റെ റിസൾട്ടാണ്. മറിച്ച് ഒരു ഹൃദയം കഠിനമാണെന്ന് ദൈവം പറയുന്നത് ആ ഹൃദയത്തിൽ വിശ്വാസമില്ലാത്തതാണ്. അപ്പോൾ ഒരു ഹൃദയത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ ആ വ്യക്തിയെ ഓർത്ത് 2 കാര്യങ്ങൾ ദൈവം ചെയ്യും. 1, ദൈവം സങ്കടപ്പെടും. 2, ദൈവം കോപിക്കും. അതാണ് ഈ പറയുന്നത്. അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ച് അവൻ ഈ കൈ ശോഷിച്ചവനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞേ? നിന്റെ കൈ നീട്ടുക. അവൻ എന്ത് ചെയ്തു? അവൻ പറഞ്ഞു, സാറേ ഒരുപാട് നീട്ടാൻ നോക്കിയതാണ്, ഇതുവരെയും പറ്റിയിട്ടില്ല. പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല. ഒരുപാട് കുഴമ്പിട്ടതാണ്, എണ്ണയിട്ടതാണ്, ഒരുപാട് വൈദ്യന്മാർ തിരുമിയതാണ്, ഒരുപാട് ആശുപത്രി നോക്കിയാണ്, സർജറി പോലും ചെയ്തതാണ് എന്നെല്ലാം പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, കർത്താവ് എന്ത് പറഞ്ഞോ അവൻ അപ്പം തന്നെ അതനുസരിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈശോ പറയുകയാണ് കൈ നീട്ടുക. അപ്പോൾ അവന് നീട്ടാൻ പറ്റുമോ? ശരിക്കും പറ്റില്ല.
കൈ നീട്ടാൻ പറ്റാത്തവനാണിത്. അവനോട് പറയാണ് കൈ നീട്ടാൻ പറ്റില്ലെന്നവൻ അറിയാം. പക്ഷെ ആരാ ഈ നീട്ടാൻ പറഞ്ഞ് കർത്താവാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? നീട്ടാൻ ശ്രമിച്ചു. അപ്പോൾ അത് നീണ്ടു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊരു കാര്യം ദൈവം പറഞ്ഞത് നമുക്ക് പറ്റില്ലെങ്കിലും അനുസരിക്കാൻ തയ്യാറാവുമ്പോൾ അനുസരിക്കാനുള്ള പവറിങ് വരും. അതാണ് എൻ്റെ രഹസ്യം. നീട്ടാൻ പറയുമ്പോൾ ഇവന് നീട്ടാൻ പറ്റില്ല. കൈ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. നീട്ടാൻ പറഞ്ഞാൽ അയ്യോ പറ്റില്ല, പറ്റാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പക്ഷെ കർത്താവ് പറയാണ് കൈ നീട്ടടാ. അപ്പം അവനൊന്ന് ആഞ്ഞപ്പോൾ അതങ്ങ് നീണ്ടു. എപ്പോഴും അങ്ങനെയാണ്. ഇപ്പം നമുക്കൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നടക്കില്ല, അത് അസാധ്യതയാണ്. ദൈവമേ എനിക്കത് പറ്റില്ല. പക്ഷെ നീ ഒന്ന് റെഡിയാവ്. അപ്പോൾ ഒരു പവർ അങ്ങ് വരും. ഇതൊന്ന് ഒരുങ്ങ്, അപ്പോൾ അത് വരും. അങ്ങനെയാണത്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം, ഇന്ന് ഒത്തിരി സമയം പോയി. അതായത് കൈ നീട്ടി അത് സുഖപ്പെട്ടു. പരിസേർ ഉടനെ പുറത്തിറങ്ങി യേശുവിനെ നശിപ്പിക്കാൻ വേണ്ടി ഹെരോദ് പക്ഷക്കാരുമായി ആലോചന നടത്തി. ഒറ്റ കാര്യം കൂടി, ഈശോ എന്തിനാ ഈ സാവത്തിൽ പോയി സുഖപ്പെടുത്തുന്നത്? അതുകൊണ്ടല്ലേ ഈ പ്രശ്നമെല്ലാം ഉണ്ടാവുന്നത്. കർത്താവ് ശംസിക എന്തിനാ ഈ സാവത്തിൽ തന്നെ പോയി സുഖപ്പെടുത്തുന്നത്? തിങ്കളാഴ്ച പോയി സുഖപ്പെടുത്തിക്കൂടെ? അവർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്, നീ സാവത്തിൽ തന്നെ രോഗശാന്തി നൽകുന്നത്, രോഗശാന്തി വേണ്ടവർ മൺഡേ ടു ഫ്രൈഡേ വന്ന് വാങ്ങിച്ചോളുക എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തിനായിരിക്കും ഈ കർത്താവ് ഈ സാവത്തിൽ തന്നെ പോയി സുഖപ്പെടുത്തുന്നത്? നിങ്ങൾ സുവിശേഷങ്ങൾ വായിച്ചാൽ മിക്കവാറും യേശുവിൻ്റെ രോഗശാന്തികളെല്ലാം നടന്നിട്ടുള്ളത് സാബത്ത് ദിവസങ്ങളിലാണ്. എന്തുകൊണ്ടെന്നറിയാമോ? കർത്താവ് പറയുകയാണ് ഈ സാബത്തിൽ നടക്കേണ്ടത് ഈ വിടുതലാണ്. അതിവിടെ നടക്കുന്നില്ല. മനസ്സിലായില്ലേ? സാബത്തിൽ നിങ്ങൾ പള്ളി വന്നാൽ അവിടെ എന്ത് നടക്കണം? അവിടെ വിടുതൽ നടക്കണം. അല്ലെ പിന്നെ പള്ളി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. മനസ്സിലാവുന്നില്ലേ? ഇപ്പം നിങ്ങളൊരു സെൻറ്റർ ഉണ്ടാക്കിയാൽ, ഒരു ധ്യാനകേന്ദ്രം ഉണ്ടാക്കിയാൽ, അവിടെ വന്നാൽ മനുഷ്യന് വിടുതൽ കിട്ടണം. കിട്ടിയില്ല ഇത് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ പള്ളിയിൽ ഒരു ആരാധന നടത്തിയാൽ, പരിശുദ്ധ കുർബാന അർപ്പിച്ചാൽ, ആ വരുന്നവന് അവൻ്റെ ജീവിതത്തിൽ അവന് വന്നതിനേക്കാൾ വ്യത്യാസം വരണം. അല്ലെങ്കിൽ ഇതുകൊണ്ട് കാര്യമില്ല. കർത്താവ് അതുകൊണ്ടാണ് പറയുന്നത്, ഈ സാബത്തിൽ കർത്താവ് പറയുകയാണ് സാബത്തിൽ നടക്കേണ്ടത് നടക്കുന്നില്ല, ഞാനത് നടത്തി കാണിച്ചു തരാം. ഹല്ലേലൂയാ. അതുകൊണ്ടാണ് ഈ മിക്കവാറും നിങ്ങൾ എണ്ണിക്കോ, ഞാൻ ഈ സമയക്കുറവ് കൊണ്ട് എണ്ണനൊന്നും പോയില്ല, മിക്കവാറും ഹീലിംഗ് എല്ലാം നടക്കുന്നത് സാബത്തിലാണ്. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു ചെറിയ ഭാഗമാണെങ്കിലും കർത്താവ് അനേകം വെളിപ്പെടുത്തലുകൾ ഇതിലെല്ലാം കർത്താവ് ഞങ്ങൾക്ക് തരുന്നതിന് നന്ദി പറയുന്നു. അതെല്ലാം ഹൃദയം കൊണ്ട് സ്വീകരിച്ച് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പകർത്തി കുറേ കൂടി അങ്ങ് ആഗ്രഹിക്കുന്നൊരു ജീവിതം നയിക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.